ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നും നാളെയും പശ്ചിമബംഗാൾ സന്ദർശിക്കും. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഡാർജിലിംഗ് ഹിൽ ഫെസ്റ്റിവൽ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഡാർജിലിംഗിലെ ലോക് ഭവനിൽ റൂട്ട് ആന്റ് റിഥംസ് എന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവഹിക്കും. 9ാമത് അന്താരാഷ്ട്ര സന്താൽ സമ്മേളനത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. ജൻ ഔഷധി ദിവസിൽ രാജ്യത്തെ പൌരന്മാർക്ക് ആശംസ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ രാജ്യത്തെ അനേകം കുടുംബങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണ ചെലവുകളും ചികിത്സയും ലഭിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പൌരന്മാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭം പ്രതിഫലിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മികച്ച രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ കേരളം മുൻപന്തിയിലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. മുഴുവൻ രാജ്യത്തിനും മാത്രമല്ല ലോകത്തിനും ഒരു മാതൃകയായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും തനിക്ക് ഉറപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ സംസ്ഥാനത്തെത്തിയ അദ്ദേഹം കൊച്ചിയിലെ ചെറായി ബീച്ചിൽ പൊതുജനങ്ങളുമായി സംവദിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മുൻ വർഷങ്ങളിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും കളക്ടറായി സേവനമനുഷ്ഠിച്ചതിനെക്കുറിച്ചും ഇന്നലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായും ശ്രീ ഗ്യാനേഷ് കുമാറും സംഘവും ചർച്ച നടത്തിയിരുന്നു. ആലപ്പുഴ കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന പാതയായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ചങ്ങനാശ്ശേരി പെരുന്ന ജംഗ്ഷൻ മുതൽ ആലപ്പുഴ കളർകോട് ജംഗ്ഷൻ വരെയുള്ള 24.164 കിലോമീറ്റർ ദൂരമാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർനിർമ്മിച്ചിരിക്കുന്നത്. 752 കോടി രൂപ ചെലവഴിച്ചാണ് അമ്പലപ്പുഴ, കുട്ടനാട്, ചങ്ങനാശ്ശേരി എന്നീ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പാത പൂർത്തിയാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസവും തുടരുന്നു. ഇറാനുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും നിരുപാധികം കീഴടങ്ങിയാൽ ഇറാനെ സാമ്പത്തികമായി പുനർനിർമ്മിക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സംഘർഷം പരിഹരിക്കാൻ ചില രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. മേഖലയിൽ സുസ്ഥിരമായ സമാധാനത്തിന് ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ രാജ്യത്തിന്റെ അന്തസ്സും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പുടിൻ എത്രയും വേഗം വിഷയത്തിൽ നയതന്ത്ര പരിഹാരം ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞു. അതേസമയം 80% ഇറാൻ പ്രതിരോധ സംവിധാനത്തെ തകർത്തതായി ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ ഇറാന്റെ മിസൈൽ പ്രതിരോധം തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ പൌരന്മാരെ സഹായിക്കുന്നതിനായി ഖത്തറിലെ ഇന്ത്യൻ എംബസി കൂടുതൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജീവമാക്കി. +974 55 64 7502 +974 55 36 2508 +974 55 38 4683 എന്നിവയാണ് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ. സഹായം തേടുന്നതിന് couns.doha@mea.gov.in എന്ന ഇമെയിൽ വിലാസവും നൽകിയിട്ടുണ്ട്. പൌരന്മാരെ സഹായിക്കുന്നതിന് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടനകൾ നൽകുന്ന പിന്തുണയെ എംബസി അഭിനന്ദിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ശിവഗിരി സന്ദർശിച്ചു. ഗുരുദേവ സമാധിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. രാവിലെ ഇടുക്കി പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പീരുമേട് ഗ്ലെൻ മേരി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നിടത്തേക്ക് നേരിട്ടെത്തിയാണ് തൊഴിലാളികളോട് സംവദിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വൈകുന്നേരം 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. കാസർകോട് നിന്നും കഴിഞ്ഞ മാസം 6-നാണ് പുതുയുഗ യാത്ര ആരംഭിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഐസിസി പുരുഷ ട്വന്റി ലോകകപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ന്യൂസിലാൻഡിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരെ 7 റൺസ് വിജയം നേടി ഇന്ത്യ ഫൈനലിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ന്യൂസിലാൻഡ് ഫൈനലിൽ പ്രവേശിച്ചത്. രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ സബ്സിഡിയില്ലാത്ത ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപ വർദ്ധിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 115 രൂപ വർദ്ധിച്ചതായും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച പെരുമ്പളം പാലം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. കായലിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ പാലമാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.